കേരളത്തിലെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിൽ കൂട്ടരാജി. ശിവസേന സംസ്ഥാന ജില്ലാ ഭാരവാഹികളാണ് പാർട്ടി വിട്ടത്. സനാതന മൂല്യങ്ങളെ തള്ളിപ്പറയുന്ന ഉദ്ധവിന്റെ നിലപാടിനെതിരെയുള്ള പ്രതിഷേധമാണ് രാജിയെന്ന് നേതാക്കൾ പറഞ്ഞു. രാജിവെച്ച ശിവസേന സംസ്ഥാന പ്രസിഡന്റായിരുന്ന MS ഭുവനചന്ദ്രന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കേരളത്തിലെ ശിവസേനയിലെ കൂട്ടരാജി. പാർട്ടി സംസ്ഥാന ഭാരവാഹികളും 14 ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ളവരാണ് ശിവസേന വിട്ടത്. എറണാകുളം YMCA ഹാളിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു രാജി പ്രഖ്യാപനം. അദ്ദേഹം ഒരു രാഷ്ട്രീയ താപസനെ പോലെ നിൽക്കാനാണോ ആഗ്രഹമെങ്കിൽ ഞങ്ങളൊക്കെ സാധാരണക്കാർ അദ്ദേഹത്തെ കണ്ടുവന്നതാണെന്ന് പറഞ്ഞ് കേരളത്തിലെ 14 ജില്ലകളിലെയും ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും രണ്ടാമതൊന്നും ചിന്തിക്കാതെ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞങ്ങളെ വിളിച്ചാണ് ചോദിച്ചത്. ഞങ്ങളെപ്പോൾ വരണം, അദ്ദേഹം എവിടെ ഉണ്ടെന്ന് അതിന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ബാൽ താക്കറെ ശിവസേന രൂപീകരിച്ചതെന്നും ഉദ്ധവ് താക്കറെ ഇതെല്ലാം കാറ്റിൽ പറത്തിയെന്നും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി സനാതന മൂല്യങ്ങളെപ്പോലും തള്ളിപ്പറഞ്ഞ് മറ്റു മുന്നണികളുമായി കൂട്ടുചേർന്നെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടരാജിയെന്നും നേതാക്കൾ പറയുന്നു. പാർട്ടി സമീപനങ്ങളോട് നമുക്ക് യോജിപ്പില്ല. കാരണം ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാ സാഹിബ് താക്കറെയുടെ നിലപാടല്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം അധികാരത്തിന് വേണ്ടി മറ്റുള്ളവരെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഇദ്ദേഹം അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ അധികാരത്തിന് വേണ്ടി എന്ത് നീതിയും ഉപേക്ഷിക്കാമെന്നുള്ളൊരു സമീപനം ഉദ്ധവ് താക്കറെക്കുണ്ട്. അതുകൊണ്ട് അതിന് നമുക്ക് തുടർന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രാജിവെച്ചു. എൻ്റെ തൊട്ട് പിന്നാലെ 14 ജില്ലകളിലെയും പ്രസിഡന്റ് സെക്രട്ടറിമാർ രാജിവെച്ചു. ഉദ്ധവിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് വലിയ കൊഴിഞ്ഞുപോക്കാണുണ്ടായത്. 10,000-ന് മേൽ പ്രവർത്തകർ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് വെറും 2 പേർ മാത്രമാണെന്നും മുൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണിവരെന്നും ഇവരെയാണ് ഇപ്പോൾ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതെന്നും മുൻ ഭാരവാഹികൾ ആരോപിക്കുന്നു. മറ്റൊരു ഹിന്ദു സംഘടന ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഭുവനചന്ദ്രന്റെ നേതൃത്വത്തിൽ കൂടിയാലോചിക്കുമെന്ന് മുൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.